ഇത് ഷെയർ ഹോൾഡർ ലോഗിൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഷെയർ ഹോൾഡറിന്റെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് വെച്ച് അക്കൗണ്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഡാഷ്ബോർഡിലേക്കാണ് വരിക. അപ്പൊ ഇവിടെ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ എത്ര ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അവൈലബിൾ എത്ര ഇനി ചെയ്യാൻ പറ്റും, പിന്നെ ടോട്ടൽ ഏർണിങ്സ്, കറണ്ട് ഏർണിങ്സ് എത്രയാണെന്ന് കാണിക്കും. അപ്പൊ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഷെയർ ഹോൾഡറിന്റെ അണ്ടറിൽ വരുന്ന ഷെയർ ഹോൾഡറിന്റെ അക്കൗണ്ട് ആണ്. പിന്നെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. നമുക്ക് ഇപ്പൊ എല്ലാ ഫീൽഡ് എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ടു ടൈംസ് മാത്രം നമുക്ക് ഫുൾ അക്കൗണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ 2 ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അഡ്മിന്റെ സഹായത്തോടെ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുക്കേണ്ടി വരും. അത് അഡ്മിൻ അപ്രോച്ച് ചെയ്താൽ മാത്രം അഡ്മിൻ ആണ് ചെയ്യാൻ പറ്റുക. നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അഡ്മിൻ ആയിരിക്കും അവർ എഡിറ്റ് ചെയ്യും. ഫസ്റ്റ് 2 പ്രാവശ്യം മാത്രം ഈ ഷെയർ ഹോൾഡറിന് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അഡ്മിന്റെ സഹായത്തോടെ മാത്രമേ ഈ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ന്യൂ പാസ്വേഡും കൺഫേം പാസ്വേഡ് കൊടുത്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് ചേഞ്ച് ആവുന്നതാണ്. പിന്നെ ഷെയർ ഹോൾഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷെയർ ഹോൾഡർ അണ്ടറിലേക്ക് നമുക്ക് വേറെ ഷെയർ ഹോൾഡറിനെ ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ആഡ് ഷെയർ ഹോൾഡർ കൊടുക്കുക, ഇത്രയും ഫീൽഡ് ഫില്ല് ചെയ്യുക, എന്നിട്ട് സേവ് കൊടുത്താൽ മതി. അപ്പൊ ഇതിൽ ഷെയർ കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ പർച്ചേസ് ഡേറ്റ്, പാസ്വേഡ് സെറ്റ് ചെയ്യുക, അക്കൗണ്ടിന്റെ പാസ്വേഡ് സെറ്റ് ചെയ്യുക, ഇമെയിൽ. അപ്പൊ ഇത്രയും മാൻഡറ്ററി ഫീൽഡ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഫീൽഡ് കൊടുത്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്. ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അപ്ലോഡ് ക്ലിക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ ഇമേജ് അപ്ലോഡ് ആവുള്ളൂ. അപ്പോൾ ആഡ് ചെയ്തൊരു അക്കൗണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് പുതിയ അക്കൗണ്ട് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഷെയർസ്, ഇപ്പോൾ ഷെയർസിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷെയർ ഹോൾഡർ ആഡ് ചെയ്ത ഷെയർസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഓൾറെഡി അപ്രൂവ് ചെയ്ത ഒരു ഷെയറിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ കാണുന്നത്. പുതിയ ഷെയർ വേണമെങ്കിൽ ആഡ് ഷെയർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇവിടെ എത്ര ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് കാണാം, എത്ര ഷെയർ വാങ്ങാൻ പറ്റും എന്നും ഇവിടെ കാണാം. ഈ ഫീൽഡൊക്കെ ഫില്ല് ചെയ്യാം, എത്ര ഷെയർ വേണമെന്ന് ഫില്ല് ചെയ്യാം. അതിന് പ്രൂഫ് ഉണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്തതിന് പ്രൂഫ് ഉണ്ടെങ്കിൽ ആ പ്രൂഫും കൂടെ കൊടുത്തിട്ട് ആഡ് ഷെയർ കൊടുക്കാം. ഇപ്പോൾ ഷെയർ ആഡ് ആയി, പക്ഷെ അപ്രൂവൽ പെൻഡിങ് ആണ്. അഡ്മിൻ വെരിഫൈ ചെയ്താൽ മാത്രമേ ഈ ഒരു അപ്രൂവൽ നടക്കുള്ളൂ. അപ്പൊ അതിന് ആദ്യം ഈ റെസീപ്റ്റ് അപ്ലോഡ് ചെയ്യണം. നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുള്ള പ്രൂഫ് അപ്ലോഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റെഫറൻസ് നമ്പർ, അതുപോലെ തന്നെ ഒരു സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാം. അവിടെ റെസിപ്റ്റ് അപ്ലോഡ് എന്ന് കാണിക്കുന്നില്ലേ, അതിനിപ്പോൾ അഡ്മിന് ഡയറക്റ്റ് ആയിട്ട് അവിടുന്ന് ഈ ഒരു ഷെയർ അപ്രൂവ് ചെയ്യാൻ പറ്റും. വൺസ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ് എന്ന് കാണിക്കും. ഡാഷ്ബോർഡിൽ 1000 ഷെയർസ് ഉള്ളത് ഒരു 2000 ഷെയർ ആയി മാറും. ഇപ്പോൾ 1000 ഷെയർ മാത്രം ഇപ്പോൾ അപ്രൂവ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ 1000 കാണിക്കുന്നത്. പിന്നെ ഇവിടെ മന്ത്ലി റിപ്പോർട്ട് ആണുള്ളത്. അപ്പോൾ മന്ത്ലി ഏർണിംഗ് റിപ്പോർട്ട് ഇവിടെ കാണിക്കും. അതായത് ഈ ഷെയർ ഹോൾഡർ അണ്ടറിൽ എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അവരൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇൻകം കൊണ്ടുവരുന്നുള്ളത് ഇവിടെ കാണിക്കും മന്ത്ലി വൈസ്. ഇത് ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത ഒരു ഷെയർ ഹോൾഡറിന്റെ അക്കൗണ്ട് ആണ്. ഇനി ആക്ടിവേറ്റ് ചെയ്യാത്ത ഒരു ഷെയർ ഹോൾഡറിന്റെ അക്കൗണ്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഡാഷ്ബോർഡ് ഉണ്ടാവും, പ്രൊഫൈൽ ഓപ്ഷൻസ് മാത്രം, ഈ 2 ഓപ്ഷൻസ് മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. വൺസ് അഡ്മിൻ ഈ ഒരു അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഷെയർ ഹോൾഡർ ആഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിന് ആക്ടിവേഷൻ ആവശ്യമുണ്ട്. അത് അഡ്മിൻ ആയിരിക്കും അവിടുന്ന് അപ്രൂവ് ചെയ്യുക.